നിങ്ങൾ ഒരു മൊബൈൽ എടുത്തിട്ട്, പഴയ കാലത്തൊക്കെ ടേപ്പ് റിക്കാർഡ് എന്നാണ് പറയുക, ടേപ്പ് റിക്കാർഡ് ഇങ്ങനെ പാടിക്കൊണ്ട് റേഡിയോ പാടിക്കൊണ്ട്, ഇപ്പോൾ ഒരു മൊബൈൽ എടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു പാട്ടോ ഞാൻ ഉഷാർ ഞാൻ ഉഷാർ ഞാൻ ഉഷാർ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ആ മൊബൈലിന് വല്ല മാറ്റം ഒരു മാറ്റം മൊബൈലിന് സംഭവിക്കില്ല. മൊബൈൽ അതുപോലെ തന്നെ, പക്ഷെ മനുഷ്യൻ പറയണം. അപ്പം മനുഷ്യൻ പ്രവർത്തിച്ചാൽ മാത്രമേ മാറ്റം സംഭവിക്കൂ, അല്ലാതെ വേറെ ആരും പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഉദ്ധരാത്മനാന്ന് പറയുന്ന പോലെ ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് നാരദർ ചെന്നിട്ട് വാസുദേവർക്ക് മനസ്സിനെ ഉയർത്താനുള്ള വഴി ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ്റെ അച്ഛനാണ് വാസുദേവർ. എന്നിട്ട് കൂടി ഉയർത്തണമെങ്കിൽ ഉദ്ധരാത്മന സ്വയം ഉയരണമെന്നാണ് നാരദർ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം അത് നമ്മൾ ഉയരാതെ, നമ്മൾ ചിന്തിക്കാതെ, നമ്മൾ ഉഷാറാവാതെ ഒന്നും മുന്നോട്ട് പോകില്ല. നമ്മുടെ ബ്രെയിനിൽ വരണം. ടേപ്പ് റിക്കാർഡ് ഒരു ഉദാഹരണമാക്കിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ച് നമ്മൾ തന്നെ മുന്നോട്ടുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം, നമ്മുടെ ബുദ്ധിയിൽ വരണം. അതല്ലാതെ പുറത്തുനിന്നിങ്ങനെ പുറത്ത് നോക്കി അവനാകാൻ ശ്രമിക്കാല്ലേ, അകത്ത് നോക്കി നീയാകാൻ ശ്രമിക്കൂ. ബാക്കി കാര്യങ്ങളൊക്കെ വിടുക. നമ്മൾ പരമാവധി വർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുക. പരമാവധി മാക്സിമം നമ്മളെ യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് എത്തണില്ല ആണ്ട് വിട്ടേക്കുക. അപ്പോൾ അത് പ്രകൃതി ചെയ്തു തരും. നമുക്ക് നിസ്സഹായാവസ്ഥ കാണുമ്പോൾ അത് വരും. പക്ഷെ നമ്മൾ വർക്ക് ചെയ്തിട്ട് പരമാവധി ചെയ്തിട്ട് നല്ല സത്യം ധർമ്മത്തോടെ ചെയ്ത് കഴിഞ്ഞ് തളരുമ്പോൾ നമ്മൾ ഒരിക്കലും പരാജയപ്പെടില്ല, ഗ്യാരണ്ടി.